വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്ന് സൂചന നൽകി വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവയൽ തനിക്ക് മുറിവേറ്റാലും പാർട്ടിക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ജില്ലയിലെ ചില നേതാക്കൾ തന്നോട് അനീതി കാണിച്ചെന്നും ജഷീർ പള്ളിവയൽ 24-നോട് പറഞ്ഞു. നമുക്ക് ഏറ്റ ഒരു മുറിവ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പങ്കുവച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണം നമുക്ക് എത്തേണ്ടത് എന്താ പറയുക, ഇവിടെ ചില നേതാക്കന്മാർ നമ്മളോട് കാട്ടിയൊരു അനീതിയുണ്ട്, അതിൻ്റെ ഒരു സ്വരമുണ്ട്. അതിലെ ഒരു തിരുത്തലുകളാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ തിരുത്തലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് മത്സരരംഗത്തേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുന്നത്. ഒരു സ്വീകാര്യമായിട്ടുള്ള തിരുത്തലുകൾ ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ചർച്ചകൾക്കിടെ ജഷീർ പള്ളിവേൽ DCC ഓഫീസിലെത്തി. ജഷീർ പള്ളിവേൽ പാർട്ടിയുടെ സ്വത്താണെന്ന് DCC പ്രസിഡന്റ് TJ ഐസക് 24-നോട് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പൂർണ്ണമായിട്ട് അവരൊക്കെ പാർട്ടിക്ക് വിധേയരായുള്ള പാർട്ടിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. അവർ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമെന്ന് തന്നെയാണ്. പിൻവലിക്കും അവർ, സംശയമൊന്നും. ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു അസറ്റാണ് അദ്ദേഹം. ആ രീതി തന്നെയാണ് ഞാൻ കാണുന്നത്. പാർട്ടിക്ക് ഞങ്ങൾക്കൊരു വലിയ മുതൽക്കൂട്ടാണ് അദ്ദേഹം എല്ലാ രീതിയിലും. അപ്പോൾ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കും. അദ്ദേഹം എന്നും ഈ പാർട്ടിക്ക് വേണ്ടി എന്നും ഒരു പോരാടിയിട്ടുള്ള ആളാണ്. ഒരുപാട് പോലീസ് മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, അതുപോലെ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. സമരങ്ങൾക്ക് നേതൃത്വം നടത്തിയിട്ടുള്ള ഞങ്ങളുടെ ഒരു സമര പോരാളിയാണല്ലോ ജഷീർ. അതിനൊന്നും തർക്കമില്ല. ജഷീർ പള്ളിവേലെ സ്ഥാനാർത്ഥിത്വത്തിന് ഇന്ന് പരിഹാരമുണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും പറഞ്ഞു. ജഷീറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചാണ്. ഇന്നാണ് നോമിനേഷൻ വിഡ്രോവലിൻ്റെ ഡേറ്റ് ആണെന്ന്. അപ്പോൾ അതിലൊരു രമ്യമായ പരിഹാരം ഉണ്ടാകും. അയാളും പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ്. അതിലൊക്കെ ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ജഷീറിനെ സംബന്ധിച്ച് ഈ പാർട്ടിയെ ഡാമേജ് ആക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു കാര്യം ഉന്നയിച്ചു, അത് പാർട്ടി കേട്ടു, പാർട്ടി നേതൃത്വങ്ങൾ അത് സംസാരിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരം ഇന്നുണ്ടാകും. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, ജഷീർ പാർട്ടിയുടെ സ്വത്താണെങ്കിൽ ആ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ പാർട്ടി എടുക്കുന്ന നടപടി എന്താണ്? ജഷീർ മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധി എന്താണ്? സുർജിത്ത്. ആഷ്മി, അല്പസമയം മുമ്പാണ് ജഷീർ പള്ളിവയൽ DCC ഓഫീസിലെത്തിയത്. DCC ഓഫീസിൽ ഇപ്പോൾ നിലവിൽ കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. DCC പ്രസിഡന്റ് ഉണ്ട്, ഒപ്പം തന്നെ T സിദ്ദിഖ് MLA ഉണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നിലപാട് കൃത്യമായ രീതിയിൽ പങ്കുവയ്ക്കും. ആ നിലപാട് എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന KPC നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. K സുധാകരൻ അദ്ദേഹവുമായി വിശദമായി സംസാരിച്ചു. VD സതീശൻ ഇന്നലെ സംസാരിച്ചു. 20 മിനിറ്റോളം VD സതീശൻ ഇദ്ദേഹവുമായി സംസാരിച്ചു. ഇതിൻ്റെ എല്ലാം തന്നെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായും പത്രിക പിൻവലിക്കുക എന്നുള്ള തരത്തിലുള്ള നീക്കമാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ജില്ലയിലെ ചില നേതാക്കൾ തന്നോട് അനീതി കാട്ടി. പലപ്പോഴും ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനം വരുന്നുണ്ട്. കാരണം 2 തവണ മത്സരിച്ച ആളാണ് ജഷീർ പള്ളിവേൽ. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാശി പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിന് നൽകുന്ന മറുപടി, തനിക്ക് പകരം നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്ക് 5 ടേം പൂർത്തി 5 തവണ മത്സരിച്ച ആളാണ്, ഇപ്പോൾ 6ാം തവണയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. തനിക്ക് ഈ സമയം വരെ തനിക്ക് മുറിവേറ്റിട്ടുണ്ട്, പാർട്ടിക്ക് മുറിവേൽക്കാതിരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിനർത്ഥം സ്വാഭാവികമായും പാർട്ടിക്ക് മുറിവേൽക്കരുത് എന്ന് പറയുമെങ്കിൽ സ്വാഭാവികമായും അത് പത്രിക പിൻവലിക്കും എന്നുള്ള തരത്തിലുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഈ സ്വതന്ത്ര ചിഹ്നത്തിൽ താൻ മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് പാർട്ടിയായിരുന്നു. ചില നേതാക്കൾ അനീതി കാട്ടി എന്നുള്ളതാണ് ജഷീർ പറയുന്നത്. അതിനുശേഷം നമ്മൾ TJ ഐസക്കിന്റെ പ്രതികരണം നൽകിയതാണ്. TJ ഐസക് പറയുന്നത് ജഷീർ പാർട്ടിയുടെ സ്വത്താണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, പാർട്ടിക്ക് വേണ്ടി ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, നിരവധി മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. പാർട്ടി തീരുമാനം അദ്ദേഹം അംഗീകരിക്കും എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഈ DCC പ്രസിഡന്റ് TJ ഐസക്കും പങ്കുവയ്ക്കുന്നത്. മാത്രമല്ല, മറ്റിടങ്ങളിലും പ്രത്യേകിച്ച് ഈ പൂതാടി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള സംഷാദ് മരക്കാർക്കെതിരെ വിമത സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബിനു ജേക്കബ് പത്രിക നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വിമതരുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവരുമായെല്ലാം തന്നെ അനുരഞ്ജന ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ഒടുവിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് സഞ്ചാരമാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിമതന്മാരെ ഏതെങ്കിലും തരത്തിൽ പിൻവലിപ്പിക്കുക എന്നുള്ളത് പാർട്ടികളുടെ ജയത്തിന് അനിവാര്യമാണ്. അങ്ങനെ ഈ പറയുന്ന പ്രശ്നം വിമതന്മാരെ അനുനയിപ്പിച്ചാൽ ആ വ്യക്തി മാത്രമാണോ, വ്യക്തിക്കൊപ്പമുള്ള ആൾക്കാരുണ്ടോ, ആൾക്കാരുടെ വോട്ട് കിട്ടുമോ എന്ന ചോദ്യമൊക്കെ പിന്നീടാണ്. എന്താ അറ്റ്ലീസ്റ്റ് 3 മണിക്ക് മുമ്പ് വിമതന്മാരെ പിൻവലിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.